അപ്രിലിയ RSV4 പുതിയ മോഡൽ വന്നിട്ടുണ്ട്. ഇന്ന് വേറൊരു സൺഡേ മോർണിംഗ് ഒരു ഷോർട്ട് റൈഡിന് വേണ്ടി ഇറങ്ങിയാണ്. അധികാരമില്ല, ഞാനും എൻ്റെ ഫ്രണ്ട് ആഷിക്കും നമ്മളെ വേറൊരു ഇവിടുത്തെ ബാംഗ്ലൂരിലുള്ളൊരു ഫ്രണ്ടും കൂടിയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എൻ്റെ പഴയ R1 പുതിയ R1 തമ്മിൽ ഡിഫറൻസ് പറഞ്ഞായിരുന്നു. ഇവിടെ ക്ലിയറായിട്ട് കാണാം. ഇത് 2011 മോഡൽ R1 ആണ്, എൻ്റെത് 2014 മോഡലാണ്. സോ 2012 ഡിസൈൻ ചേഞ്ച് ചെയ്തത്. ഫ്രണ്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കട്ടില്ല, എൻ്റെ ഇതിലാണെങ്കിൽ ആ കട്ട് വരുന്നുണ്ട്. അതേപോലെ വേറൊരു വ്യത്യാസം ഞാൻ പറഞ്ഞത് കാണിച്ചു തരാം. ഇവിടെ സസ്പെൻഷൻ്റെ മുകളിൽ വരുന്ന പീസ് കണ്ടോ, ഇതിൽ ഗ്യാപ്പൊന്നുമില്ല, സിംഗിൾ പീസാണ്. അതേപോലെ ഡിസ്പ്ലേ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇവിടെ നിങ്ങൾക്ക് കാണാം, ജസ്റ്റ് ത്രോട്ടിൽ പൊസിഷൻ മാത്രമാണ് കാണിക്കുന്നത്. കാരണം ഈ മോഡലിൽ TCS ഇല്ല. ബാക്കി ഒരുവിധം എല്ലാം സെയിമാണ്, ഈവൻ സസ്പെൻഷൻ എവറിത്തിങ്. ഇതിൽ ടെർമിഗോണി എക്സോസ്റ്റാണ് വെച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് കാണാം. എൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഗ്യാപ്പ് വരുന്നുണ്ട്. അത് കൂടാണ്ട് എനിക്ക് ടോട്ടലിന് പകരം ട്രാക്ഷൻ കൺട്രോളിൻ്റെ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതാണ് മെയിൻ ഡിഫറൻസ്. ഇതിൻ്റെ സൗണ്ട് എങ്ങനെയാണ് നോക്കാം. ടെർമിഗോണി ഫുൾ സിസ്റ്റം. ആക്ര വെച്ച് നോക്കുമ്പോൾ വേറെ തന്നെ ഒരു സൗണ്ടാണ്. ചെറുങ്ങനെ ത്രോട്ടിലോട്ട് നോക്കാം. ആക്രയുടെ അത്ര കട്ടിയില്ല സൗണ്ടിന്. അപ്പോൾ നിങ്ങൾക്ക് ഏത് എക്സോസ്റ്റാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയാം. ടെർമിഗോണി ആണോ ആക്ര പവിക് ആണോ? അപ്രിലിയ RSV4 പുതിയ മോഡൽ വന്നിട്ടുണ്ട്. പിന്നെ ന്യൂലി ലോഞ്ച്ഡായ അപ്രിലിയ RS457. നിങ്ങൾക്ക് രണ്ടും കാണാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരുപോലെ തന്നെയാണ്, എക്സെപ്റ്റ് ദ വിംഗ്ലെറ്റ്സ് ആൻഡ് ദ സൈസ്. അത് കൂടാണ്ട് ഇതിൽ കളർ സ്കീം സ്റ്റോക്ക് തന്നെ വരുന്നത് നമ്മളെ ഹൈപ്പർ ഷിഫ്റ്റ് പോലത്തെയാണ്. ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ലൈറ്റ് കിട്ടുമ്പോൾ. ഗൈസ്, അപ്പോൾ RS457 എങ്ങനെയുണ്ട് കാണാനെന്ന് പറയാം. കാണാൻ ലുക്ക് തന്നെയാണ് വണ്ടി. ഓൺലൈൻ റിവ്യൂസൊക്കെ നൈസ് തന്നെയാണ്. സോ ആക്സസറീസ് വന്നിട്ടില്ല. ഇതിന് എക്സ്ട്രാ 30,000 ആണ് ക്വിക്ക് ഷിഫ്റ്റർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും നമുക്ക് ബാക്കി റൈഡ് എങ്ങോട്ടാണെന്ന് കാണാം. സോ രണ്ട് വണ്ടിയും ഫറാൻ എന്ന് പറഞ്ഞ പുള്ളിയുടെയാണ്.
നോയ്സിനിടയിൽ എനിക്ക് തന്നെ ഒന്നും കേൾക്കുന്നില്ല. സിഗ്നലിൽ ഏറ്റവും ബാക്കിലായി വീണ്ടും, അല്ലെങ്കിൽ നല്ല സ്ട്രെച്ചായിരുന്നു. ലാസ്റ്റ് ടൈം വലിച്ച സിഗ്നലാണ്. ഇപ്രാവശ്യം വലിക്കാൻ പറ്റുമോ നോക്കാം. ആണ് ഫ്രണ്ട് പോകുന്നത്. സോ ഇതാണ് പെരിഫറൽ റോഡ്, പുതുതായിട്ട് വന്ന റോഡാണ്. Z900 ആണ് ഫ്രണ്ടിൽ. പെരിഫറൽ ആക്ച്വലി നല്ല ലെവൽഡ് റോഡ്സ് ആണ്, ബട്ട് കാണാൻ ഇതേപോലെ കുറേ ട്രക്സ് ഉണ്ട്. ഇതാണ് ഫൈനൽ വണ്ടികൾ. S1000RR കണ്ടു. ഇതിൻ്റെ ഫ്രണ്ടിൽ ലൈറ്റ് മാറ്റിയിട്ടുണ്ട്, ഔട്ട്ലൈനും കൊടുത്തിട്ടുണ്ട്. DRLs ഫുൾ ലൈറ്റ് സെറ്റ് തന്നെ മാറ്റണം, അതിന് നല്ല പൈസയുണ്ട്.
പിന്നെ ഹയബൂസ വിത്ത് ബ്ലാക്ക് വിഡോ എക്സോസ്റ്റ് Z1000 Z900. ഇപ്പം ഇന്നത്തെ ഈ റൈഡ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ്. എന്തായാലും വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഇനി പോകുന്ന വഴിക്കാണ് ഗൈസ്. അങ്ങനെ റൈഡ് കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. ഹോസ്കോട്ടെ വഴിയാണ് തിരിച്ചു പോകുന്നത്. മുമ്പ് ഇതുവരെ പോയിട്ടില്ല. ഫസ്റ്റ് ടൈം പോയി നോക്കാമെന്ന് വെച്ചു. എന്തായാലും KR-പുരം സൈഡൊക്കെ നല്ല ട്രാഫിക് ആയിരിക്കും. അപ്പോൾ നമുക്ക് വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. സി യാ.